ഹലോ ഗൈസ്, വെൽക്കം ടു സിനിബസ് മലയാളം. ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷയുടെ എപ്പിസോഡ് 11ന്റെ റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും ഹാപ്പി ഓണം. സോ ഒരു സമ്പൽ സമൃദ്ധമായ ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു. സദ്യയൊക്കെ കൊണ്ടിട്ട് ഈ ഒരു റിവ്യൂ ഒക്കെ കേട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ഇന്നലെ കണ്ടു. ഇന്നലെ എലിമിനേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. 12 കണ്ടസ്റ്റൻസ് തന്നെയാണ് സ്റ്റിൽ ഉള്ളത്. അപ്പം റനീഷ ആണെന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് 12 കണ്ടസ്റ്റൻസുമായിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതൊരു ഇങ്ങനെ എല്ലാവരുടെ അടുത്തും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ ജഡ്ജസിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഇന്നും ടാസ്ക് വൈസ് ഓക്കെ ഒരു ഫിസിക്കൽ ടാസ്ക് ഉണ്ടായിരുന്നു. ബാക്കി കൂടുതൽ ഈ ഡിബേറ്റിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും അക്വിസിഷൻ പോലത്തുള്ള ടാസ്കുകളാണ് ഇവർ കൂടുതലും കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ചിലപ്പോൾ ഇവരെ ഒരു പേഴ്സണാലിറ്റി കുറച്ചും കൂടെ മനസ്സിലാകാൻ വേണ്ടിയായിരിക്കും കുറച്ച്. ഇനി ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിന്റെ തീം എന്താണെന്നും അറിയില്ല. മേ ബി ചിലപ്പോൾ ഡിബേറ്റ് ബേസ് ചെയ്തിട്ട് കൂടുതൽ സാധനങ്ങളുണ്ടോ എന്നൊന്നും അറിയത്തില്ല. കാരണം ഇപ്പം പോകുന്ന മിക്കവാറും ടാസ്കുകളൊക്കെ എല്ലാം കുറച്ച് വാക്പോരിൽ അവസാനിപ്പിക്കുന്ന ടൈപ്പിലത്തെ ടാസ്കുകളാണ് കൊടുക്കുന്നത്. ഫിസിക്കൽ ടാസ്ക് ഇന്നത്തെ സെക്കൻഡ് ടാസ്ക് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാസ്ക് ആയിരുന്നു. കോംപ്ലിക്കേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാസ്ക് അല്ല. അത് ടാസ്ക് വലിയ കോംപ്ലിക്കേഷൻ ഒന്നല്ല. പിന്നെ അപ്പോൾ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഹീറോ വില്ലൻ ടാസ്ക് ആണ്. അപ്പോൾ അതിനകത്തിലും ഓരോരുത്തരായിട്ട് വന്നിട്ട് അവരുടെ ഓരോരുത്തരും പറയണം അവർക്ക് ഹീറോ ആയിട്ട് തോന്നിയ ഈ ഒരു കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ ഹീറോ ആയിട്ട് തോന്നിയ ആരാണ്, വില്ലനായിട്ട് തോന്നിയ ആരാണ്. അപ്പൊ അങ്ങനെയുള്ള അപ്പൊ ഹീറോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ അവരൊരു കൂളിംഗ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കൊടുക്കണം. വില്ലൻ ആണെങ്കിൽ ഒരു ബ്യൂട്ടി സ്പോട്ട് പോലെ ഒരു പൊട്ടുണ്ട്, അത് കവിളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പൊ ഓരോരുത്തർ വന്നിട്ട് നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർ വന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പം ഷ്യാം ആണെങ്കിലും ഫോർ എക്സാമ്പിൾ ഷ്യാം ആണെങ്കിൽ വന്നിട്ട് ഇപ്പൊ താഷിയാണ് ഹീറോ എന്ന് പറയുന്നുണ്ട്. ലോലീറ്റ വില്ലനാണ്. ലോലീറ്റ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും സൂചിപ്പിച്ച് നിൽക്കുക എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു ഇത്. പിന്നെ അതുപോലെ തന്നെ ഷാമോനാണ് ഹീറോ എന്ന് പറയുന്നുണ്ട്. സോന വില്ലനാണ്. സോന വില്ലനാണെന്ന് പലരും പറയുന്നുണ്ട്. കാരണം സോന കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആണ്. സോനയെ എല്ലാവരും കുറച്ച് ടാർഗറ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരി ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണ് ഗെയിം കളിക്കുന്ന ആളാണെന്ന് തന്നെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഒരു കേസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ജഡ്ജസ് തന്നെ ആദ്യമേ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാവരും ഒരേ ക്യാരക്ടർ, എല്ലാവരും നന്മമരങ്ങൾ, എല്ലാവരും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ല അവർ നോക്കുന്നത്. അവർ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ അവർ ബിഗ് ബോസിലേക്ക് വിടത്തുള്ളൂ. അപ്പം രണ്ടുപേരും ഒരേപോലുള്ള ക്യാരക്ടർ ഉള്ളവരാണെങ്കിൽ രണ്ടുപേരും കൂടെ വിട്ട് കഴിഞ്ഞാൽ അവിടെ ഒന്നും നടക്കത്തില്ല. അപ്പം അത് കാരണം ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ മാത്രമേ അവർ വിടത്തുള്ളൂ. അപ്പൊ ഈ സോന കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് എപ്പോഴും നിൽക്കുന്നത്. ഡിഫറെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ മാക്സിമം വെറുപ്പിക്കുന്നുണ്ട്. കോ കണ്ടസ്റ്റൻസിനെ മാക്സിമം വെറുപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഷിബിന മാത്രമേ ഉള്ളൂ തോന്നുന്നു കുറച്ച് സോനയുമായിട്ട് അടുത്ത് നിൽക്കുന്നത്. ബാക്കി എല്ലാവരുമായിട്ടും അത്യാവശ്യം പുള്ളിക്കാരി റോങ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ പുള്ളിക്കാരി എന്നിട്ട് എല്ലാവരും അവർ കൊള്ളത്തില്ലേ, ഇവർ കൊള്ളത്തില്ലേ, പ്രത്യേകിച്ച് ലൊലിറ്റയുമായിട്ടൊക്കെ നല്ല ടേംസ്. പുള്ളിക്കാരിക്ക് ലൊലിറ്റ ചേച്ചി എന്നൊന്നും വിളിക്കുന്ന ഇഷ്ടമല്ല. അപ്പൊ അത് കഴിഞ്ഞ ദിവസം തന്നെ ടാസ്കിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ക്ലാഷസ് ഒക്കെ അവിടെ ഇന്റേണലുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ ടാസ്ക് കൊടുക്കുന്നതിലൂടെ ആൾക്കാർക്ക് ശരിക്കും അവർ കോൾ ഔട്ട് ചെയ്യുകയാണ്. അതായത് ആരുമായിട്ടൊക്കെയാണ് ബോണ്ട് ഉള്ളത്. ഇത് മിക്കവാറും ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ടാസ്കുകളിലും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. അതായത് ആരൊക്കെയുമായിട്ടാണ് ബോണ്ട് ഉള്ളത്, ആരൊക്കെയുമായിട്ടാണ് ക്ലാഷസ് ഉള്ളത്, അവരുടെ ഗെയിം സ്ട്രാറ്റജീസ് അവർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ, അത് പൊളിച്ചെടുക്കുന്നുണ്ടോ എന്നാണ് ഇവർ ശരിക്കും നോക്കുന്നത്. അപ്പം താഷിയുടെ വില്ലൻ എന്ന് പറയുന്നത് സോനയാണ്. പിന്നെ രാകേഷ് ആണെന്നുണ്ടെങ്കിൽ, അഫിയ ആണെന്നുണ്ടെങ്കിൽ ലേഡി സൂപ്പർ സ്റ്റാർ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ എൽദോ പറയുന്നുണ്ട് ലോലിത ഒരു ഹീറോയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഭയങ്കര ഭയങ്കര കൂളാണ്. ഇപ്പം അതൊക്കെ എടുക്കുന്നത് കുറച്ച് കൂളായിട്ടാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് അവരുടെ ഹീറോ വില്ലൻ അങ്ങനെ. അപ്പം മോസ്റ്റ്ലി എൽദോ വില്ലനായിട്ട് കുറെ പേരുണ്ടായിരുന്നു. സോന ഉണ്ടായിരുന്നു, സോനയായിരുന്നു കൂടുതലും. അപ്പം ഇതെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺലി ചലഞ്ച് ചെയ്യുകയാണ്. അതായത് ആരൊക്കെയാണ് അവർ തമ്മിൽ ഒരു ബോണ്ട് ഉള്ളത്, ആരൊക്കെ തമ്മിലാണ് ഒരു ക്ലാഷ് ഉള്ളതെന്ന് കുറച്ചും കൂടെ ജഡ്ജസിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഈ ഒരു ടാസ്കിൽ കൂടി. അപ്പൊ ഇതാണ് ഇത്. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊരു ഹീറോ വില്ലൻ ടാസ്ക് അത്രേ ഉള്ളൂ. അത് കുറച്ച് എക്സ്പോസ് ആയത് സോനയാണ്. സോനയാണെന്നുണ്ടെങ്കിൽ പലതും പറഞ്ഞതിൽ നിന്ന് ജഡ്ജസ് അതിനകത്ത് പിടിച്ചു കയറി പോവുകയൊക്കെ ചെയ്തു. അതിനകത്ത് കുറച്ച് എക്സ്പോസ് ആയത് സോനയാണ്. പക്ഷെ അത് പുള്ളിക്കാരിക്ക് ഗുണം ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ആ ഒരു പുള്ളിക്കാരിയുടെ ഒരു ഷെയ്ഡ് ഡിഫറെന്റ്, എൻ്റയർലി ഡിഫറെന്റ്. വേറെ ആർക്കും ആ ഒരു ക്യാരക്ടർ ഇല്ല. ഇപ്പം പിന്നെ എനിക്ക് തോന്നുന്നു ഷിബിന കുറച്ചും കൂടെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ആളാണ്. പക്ഷേ ഷിബിനയുടെ ഒരു അപ്രോച്ച് ഈസ് ഡിഫറെന്റ്. സോനയുടെ അപ്രോച്ച് കുറച്ചുകൂടെ, സോന കുറച്ച് സ്വീറ്റ് ആയിട്ടൊക്കെ ജഡ്ജസിന്റെ ഇപ്പം ഷിബിന ആണെങ്കിൽ ജഡ്ജസിന്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് അറഗന്റ് ആയിട്ടൊക്കെ സംസാരിക്കും. പക്ഷെ സോന വേറൊരു അപ്രോച്ചാണ്. അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ചസ് കുറച്ച് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരിൽ എൽദോ ഉണ്ട്. എൽദോ കാം ആൻഡ് കൂൾ ആണ്. പുള്ളിക്കാരന് കുറിക്കുള്ളൂ എന്ന് മറുപടി പറയും. അതുപോലെ
കുറച്ച് ഹ്യൂമർ സെൻസും കൂടെ ഉണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അഖിൽമാരാരുടെയൊക്കെ ഇത് ചെയ്തു. അതായത് ഞാനും തോറ്റ എം എൽ എ, നിങ്ങളൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാനും തോറ്റ എം എൽ എ, നിങ്ങളും തോറ്റ എം എൽ എ ആണെന്നൊക്കെ പറഞ്ഞ ഒരു കുറേ ഡയലോഗൊക്കെ കുറേ ഫേമസ് ആകുന്നുണ്ട്. കുറേ ഇപ്പോൾ ഫാൻ പേജസ് ഒക്കെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പം വീഡിയോസ് ഒക്കെ സർക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ശരിക്കും ഡെഫിനറ്റ്ലി ഇപ്പോൾ ഇവരൊക്കെ ആരാണോ മുന്നോട്ട് പോകുന്നത് അവർക്ക് ഡെഫിനറ്റ്ലി ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടാവും. അപ്പോൾ ഇവർ ബിഗ് ബോസിലേക്ക് എത്തുമ്പോൾ ഒരു ശരിക്കും ഒരു ഹീറോ ആയിട്ട് തന്നെയാണ് ബിഗ് ബോസിൽ കയറുന്നത്. അപ്പം ഈ സെലിബ്രിറ്റീസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പോരാട്ടമായിരിക്കും. കാരണം ഇപ്പം എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിലെ ഫുള്ള് കാണുന്ന മറ്റേ ഓഡിയൻസ് എല്ലാം ഈ ഒരു ഷോ വാച്ച് ചെയ്യുന്നുണ്ട്, അഗ്നിപരീക്ഷ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം അത്രയ്ക്ക് നമുക്ക് അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം, അത്രയ്ക്ക് ക്രൗഡ് പുള്ളിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇതിനകത്ത് ഇല്ലാത്തത് കാരണം അങ്ങനെ അത്ര ഒരു എന്താ ഒരു എൻഗേജ്മെന്റ് ആയിട്ടില്ല. പക്ഷെ മെയിൻ ബിഗ് ബോസ് വന്നു കഴിയുമ്പോഴത്തേന് എന്താ, പക്ഷെ എന്നാലും ഇവർക്ക് കുറച്ചൊരു ഗ്രൗണ്ട് ബേസിൽ കുറച്ച് ആൾക്കാർ എന്താ ഈ മുഖം ഓർത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് ആ ഒരു പുഷ് ഉണ്ടാവും ആ ബിഗ് ബോസിലേക്ക് വരുന്നത്. പണ്ട് നേരത്തെയുള്ള സീസണിലൊക്കെ വന്നിട്ടുള്ള കോമണേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ഫ്രഷ്ലി ഒരു 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 ഇതിലേക്ക് വരുവാണ്. അവർ ഫേസ് ഒന്നും ഇതുവരെയും കണ്ടിട്ടില്ല. അവർക്ക് അവിടെ നിന്ന് ആദ്യമേ തൊട്ടേ പ്രൂവ് ചെയ്യണം. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ മുതൽ അവർ പ്രൂവ് ചെയ്യണം. സെലിബ്രിറ്റീസിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു ആവശ്യമേ വേണ്ടി വരുന്നില്ല. അവരെ ഓൾറെഡി ആൾക്കാരുടെ മീൻസ് ആൾക്കാർക്കറിയാം ഇന്നയാളാണെന്ന്. പക്ഷെ നമുക്ക് ആ മുഖം രജിസ്റ്റർ ആയി വരാൻ ഇത്തിരി പണി. ഇപ്പം നമുക്ക് ഈ അഗ്നിപരീക്ഷയിൽ തന്നെ 40 കണ്ടസ്റ്റൻസ് ഉണ്ട്. ഈ 40 കണ്ടസ്റ്റൻസിൽ ഇപ്പം നമ്മൾ ഈ 12ലേക്ക് ചുരുങ്ങി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും നമുക്ക് ഓരോരുത്തരുടെ മുഖം ഇന്നയാളെന്ന് പറയുന്നത്. ഈ ബാക്കി പോയ ഇത്രയും ആൾക്കാരിൽ പലരും നമുക്കറിയത്തില്ല. ശരിക്കും ആൾക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയത്തില്ല. ഇതേപോലെയുള്ള കാര്യമാണ് ബിഗ് ബോസിൽ സംഭവിക്കുന്നത്. കോമണറായിട്ട് ഒരാൾ ഡയറക്റ്റ് അതിനകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഫേസിന് ഒരു എന്താ ഒരു ആൾക്കാർക്കാർക്കും അധികം അറിയത്തില്ല. അപ്പൊ അതൊന്ന് പ്രൂവ് ചെയ്തെടുത്ത് വരാൻ അവർ ആൾക്കാർക്കൊന്ന് രജിസ്റ്റർ ആയി വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് ആണ് ശരിക്കും ഇവിടെ ഈ കണ്ടസ്റ്റൻസിന്, ഈ അഗ്നിപരീക്ഷയിലുള്ള കണ്ടസ്റ്റൻസിന് കിട്ടുന്നത്. അപ്പം ഇതായിരുന്നു ആദ്യത്തെ ടാസ്ക്. കുഴപ്പമില്ലാത്തൊരു ഇത് എന്ന് വെച്ചാൽ ആൾക്കാർക്ക് അനലൈസ് ചെയ്യാൻ, പിന്നെ ആരാ ഏത് ശരിയിൽ നിൽക്കുന്നു എന്നുള്ള ഒരു പൊതുവെയുള്ള ഒരു അനാലിസിസിന് വേണ്ടിയുള്ളതാണ് ഈ ഹീറോ വില്ലൻ ടാസ്ക്. പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് കുറച്ച് ഫിസിക്കൽ ആയിരുന്നു. അപ്പം റെനീഷ വായിക്കുമ്പോൾ തന്നെ അതായത് ബിഗ് ബോസ് സീസൺ 5 ഇതുപോലൊരു കയറിന്റെ ടാസ്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഉള്ളൊരു ടാസ്ക് ആണെന്ന് പറഞ്ഞ് റെനീഷ അഖിലിനോട് പറയുന്നത്, അഖിലേട്ടന്റെ ഓർമ്മയില്ലേ ഇതുപോലൊരു ടാസ്ക് നമ്മളും കളിച്ചിട്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പേര് വട്ടപ്പോര് ടാസ്ക് എന്നാണ് പറയുന്നത്. അപ്പം ഈ ടാസ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയാസ് ആണ് അത് വന്നിട്ട് വായിക്കുന്നത്. അതിന്റെ റൂൾസ് ഒക്കെ വായിക്കുന്നത്. അപ്പോൾ ഒരു നടുക്കൊരു വട്ടമുണ്ട്. അതിന് ചുറ്റും റോപ്പ് പിടിച്ചുകൊണ്ട് ആൾക്കാർ നിൽക്കണം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ആരാണെങ്കിലും ഈ വട്ടത്തിന്റെ ഉള്ളിൽ കാല് കുത്തുന്നു അവർ ഔട്ട് ആവും. അങ്ങനെയാണ് ഈ ഒരു ടാസ്ക് പോകുന്നത്. അപ്പൊ അന്നേരം ഈ ടാസ്കിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞപ്പോൾ തന്നെ റിയാസ് പറയുന്നുണ്ട്, ഇത് ഫിസിക്കൽ ടാസ്ക് ആണ്, ഓക്കെ. പക്ഷെ ഫിസിക്കലിന്റെ കൂട്ടത്തിൽ തന്നെ സ്ട്രാറ്റജിക് ആയിട്ട് കളിക്കണം, ടീം അപ്പ് ചെയ്ത് കളിക്കണം. എന്നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവനവന് മാത്രമായിട്ട് കളിച്ചത്. ഇത് ശരിക്കും ഒരു സ്ട്രാറ്റജി ഒക്കെ എടുത്തിട്ട് ടീം അപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് ബാക്കി ലാസ്റ്റിലുള്ളവർ ശരിക്കും പറഞ്ഞാൽ ഇത്രയും പേരില്ലേ 12 പേരിൽ ഒരു ഓരോ 7 8 പേരെ ടീം അപ്പ് ചെയ്ത് കളിച്ച് മീൻസ് പുറത്താക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ലാസ്റ്റിൽ ഇപ്പോൾ 3 4 പേരേ ഉള്ളൂ. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും ആയാസം എടുത്ത് കളിച്ച് ആരോ അതിനകത്ത് ജയിക്കുന്നത് അവരങ്ങനെ പോവാം. പക്ഷെ ആദ്യമേ തന്നെയല്ലേ ഈ എല്ലാവരും കൂടി ഇരുന്ന് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആരോഗ്യം പോവും. ലാസ്റ്റ് ആകുമ്പോഴത്തേനും അവർക്ക് കിട്ടത്തുമില്ല. അപ്പൊ അതുകൊണ്ട് റിയാസ് അത് സ്പെസിഫിക്കലി പറയുന്നുണ്ട്, നിങ്ങൾ സ്ട്രാറ്റജി എടുക്കണം, ടീം അപ്പ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരു ക്ലൂ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവര് കളിക്കുന്നു. ആദ്യമേ തന്നെ പൂജ ഔട്ടാവുന്നു. പിന്നെ നമ്മളുടെ സോനയാണെന്നുണ്ടെങ്കിൽ പുറത്തു പോകുന്നു. എന്താ പുള്ളിക്കാരി ക്വിറ്റ് ചെയ്ത് പോകുന്നത് വെച്ചാൽ പുള്ളിക്കാരി കൈയും കാലും വേദന എടുക്കുന്നു. പക്ഷെ ഇതൊന്നും കൊണ്ടൊന്നും ബിഗ് ബോസിൽ പോയിട്ട് ബിഗ് ബോസിൽ നല്ല ഗെയിംസ് ഒക്കെ വരും, അന്നേരം എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ടൊന്നും കാര്യമില്ല. അത് ഗീവ് അപ്പ് ചെയ്യുന്നതിനെ പറ്റി എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. ബട്ട് ഓരോരുത്തർക്ക് അവനവനറിയാലോ, അവനവന്റെ ഹെൽത്ത് അറിയാമല്ലോ. അപ്പം പുള്ളിക്കാരി അതിൽ നിന്ന് ഇത് പോയി. പിന്നെ ഷാമോൻ മാക്സിമം നന്നായിട്ട് ഷാമോനാണല്ലോ മാക്സിമം ഇത് ചെയ്യുന്നുണ്ട്, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ബാക്കി കുറെ പേര് വെറുതെ ഇങ്ങനെ ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഷാമോന് ഗിവ് അപ്പ് ചെയ്തു പോയി. പിന്നെ അതുപോലെ ബാക്കി കുറെ പേര് പോയി. ലാസ്റ്റില് ലൊലീറ്റ, മറ്റേ ഷിജു, എൽദോ, ഇവരെല്ലാം കൂടെ നല്ലൊരു നല്ലൊരു എന്തായിരുന്നു ടാസ്ക് ആയിരുന്നു. അതിന്റെ മുന്നേ അതായത് ലൊലീറ്റയും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് അവര് ഇവരിങ്ങനെ കണ്ടിന്യൂസ് വലിച്ചിട്ട് വട്ടത്തിന് പുറത്തോട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ആ സർക്കിളിനെ ചുറ്റും നല്ല ഒരു ഗെയിം കളിച്ചു. ലാസ്റ്റിൽ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നിർത്തി വെച്ചിട്ട് ആദ്യം ഉണ്ടായിരുന്ന ചെറിയൊരു വട്ടമായിരുന്നു, ആ സർക്കിളിനെ വീണ്ടും കുറച്ചുകൂടെ വലുതാക്കി ഇങ്ങനെ വലിച്ചു. പക്ഷെ ലൊലീറ്റയും അഫിയാനെയും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് കളിച്ചു കേട്ടോ. എല്ലാവരും അവര് നല്ല എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് കളിച്ചത്. അത്രയും പേരോട് ലൊലിറ്റ ആദ്യമേ പോയി, പിന്നെ അഫിയന പിന്നെയാണ് പോയത്, പിന്നെ 2 3 പേരോടുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റിലത്തെ ആയിരുന്നു ഷിജിലാലും നമ്മുടെ എൽദോയും കൂടെ അടിപൊളി ഗെയിം ആയിരുന്നു. അവർ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാക്സിമം വലിച്ചു.
മറ്റേ ഷിജുലാലിന്റെ ആണെങ്കിൽ ഇങ്ങനെ കൈയുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ കയറിന്റെ ഇടയ്ക്കൂടെ കഴുത്തിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ വലിച്ചിട്ട് വട്ടം കറക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അപ്പൊ റിയാസ് പേടിച്ചു പോയി, ഈ കഴുത്തേക്ക് ഇട്ടിട്ടാണ് വലിക്കുന്നത്. പക്ഷെ എന്നിട്ടും പുള്ളിക്കാരൻ ആ താഴെ പുള്ളി വീണു കഴിഞ്ഞിട്ട് താഴെ കിടന്നിട്ട് ഇതേ കയറെ പിടിച്ചിട്ട് അത്രയും വലിച്ചിട്ടും പൊങ്ങി. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഓ ശരീരമുണ്ട്. ഇവർ രണ്ടുപേരും ഭയങ്കര മെലിഞ്ഞിട്ടുള്ള ആൾക്കാർ, എൽദോയും നമ്മുടെ ഷിജുലാലും. പക്ഷെ അവര് ഒപ്പത്തിനൊപ്പം നിന്നു, നല്ല നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കളിച്ചു, ഭയങ്കര അടിപൊളിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു. ലാസ്റ്റിൽ അവർ ബലാബലം നിൽക്കുക, ഒരാൾ പോലും മറ്റേ ആ ഇതിന്റെ അകത്ത് കയറിയില്ലേ, ഇവർ രണ്ടുപേരില്ല. അപ്പൊ എന്നിട്ട് ലാസ്റ്റിൽ ജഡ്ജസ് പറഞ്ഞു ഇവർ രണ്ടുപേരും ജയിച്ചു എന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അവര് തോക്കാൻ അവർ തയ്യാറില്ലായിരുന്നു. അവർ വീണ്ടും അത് കണ്ടിന്യൂ അങ്ങനെ ചെയ്ത് പോകത്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ജഡ്ജസ് പറഞ്ഞു ഓക്കെ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. അവർ രണ്ടുപേരും വിന്നേഴ്സ് ആണ്. അവർക്ക് നന്നായിട്ട് അവർ അപ്രീസിയേഷൻ കിട്ടുകയും ചെയ്തു. അവർ ശരിക്കും അവർ ആ നിന്നതിന്റെ അവർ ആ ചെയ്തതിന്റെ അപ്രീസിയേഷൻ കിട്ടുകയും ചെയ്തു. പിന്നെ അവർക്ക് രണ്ടുപേർക്കും പറ്റി ഇൻഫിനിറ്റി പെൻഡന്റും കിട്ടി. ശരിക്കും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അപ്പം അതിന് എന്നിട്ട് ജഡ്ജസ് എഴുന്നേറ്റ് നിന്ന് അവരെ രണ്ടുപേരെയും കെട്ടിപ്പിടിക്കുകയും ചെയ്തു. അപ്പൊ അത്രയ്ക്ക് ഇംപ്രസ് ചെയ്തു അവർ രണ്ടുപേരും. അപ്പൊ ഇതിന് ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയത് കാരണം ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മളുടെ ഈ എന്താ മറ്റാ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ എൽദോയ്ക്ക് കിട്ടിയ ടാസ്ക് ഇല്ലേ, അപ്പോൾ അതായത് ഈ ഹൗസിനുള്ളിലെ പറ്റി, അല്ല ഹൗസിലെ മറ്റ് കണ്ടസ്റ്റൻസിനെ പറ്റി അവർക്ക് പറയാം, അവരുടെ ഗെയിം പ്ലേയേഴ്സിനെ ഇവർക്ക് റിവീൽ ചെയ്യാം, ജഡ്ജസിനെ വേണമെങ്കിൽ ഓപ്പൺലി ചലഞ്ച് ചെയ്യാം. പക്ഷെ ഷിജുലാൽ വന്നു, അപ്പം എൽദോ ഇന്നലെ അത് യൂസ് ചെയ്തതുകൊണ്ട് ഇന്ന് ഷിജുലാലിനാണ് അത് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അപ്പം ഷിജുലാലിന് അത് ശരിക്കും പറഞ്ഞാൽ അത് നല്ല സ്റ്റേജാണ്. അതായത് നമുക്ക് നമ്മളെ തന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്റ്റേജാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഷിജുലാലിന് അത്രയും എന്താ പറയുന്നത്, അത്ര ഇങ്ങനെ സംസാരിച്ച് നിൽക്കാനുള്ള ഒരു ഒത്തിരി ഇല്ല. പക്ഷെ അത്യാവശ്യം പറഞ്ഞ് നിർത്തി, പെട്ടെന്ന് അങ്ങ് നിർത്തി. അത് കഴിഞ്ഞിട്ട് അഖിൽമാരാൻ സ്പെസിഫിക്കലി പറയുന്നുണ്ട് ശരിക്കും ഇങ്ങനെ ഒരു അവസരം കിട്ടിയാണ് ഞാൻ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു ചെയ്യാൻ, പക്ഷെ കുഴപ്പമില്ലായിരുന്നു, ഓക്കെ പറഞ്ഞു നിർത്തി. അപ്പം എല്ലാവരും നന്നായിട്ട് ഗെയിം കളിച്ചുകൊണ്ട് അവർക്ക് ഔട്ട് ഹൗസ് എലിമിനേഷന് എന്നില്ലായിരുന്നു. എനിക്ക് ഓണമായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എലിമിനേഷൻ ഇല്ലാത്തത്. പിന്നെ ഓഡിയൻസിന്റെ വോട്ടിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അപ്പം നമ്മുടെ ഷിഗ്ലാന്റെ മൈ ടൈം കിട്ടി. പിന്നെ എന്താ ഇപ്പൊ പുള്ളിക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എന്താ പറയുന്നത്, പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗെയിം വിൻ ചെയ്യാൻ പറ്റുന്നതിനെ പറ്റിയുള്ള ആ ഒരു അഭിമാനം പുള്ളിക്കാരൻ അത് പങ്കുവെച്ചു. പിന്നെ അതുപോലെ തന്നെ ഒരു വീക്കാണെന്ന്, അതായത് കാണുമ്പോൾ വീക്കാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അവരെയും കൊണ്ടും വിജയിക്കാൻ പറ്റുമെന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റിയെന്നൊക്കെയാണ് പുള്ളി അതിൽ നിന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ ആ മൈ ടൈം എന്ന് പറഞ്ഞ ടാസ്കും തീർന്നു. പിന്നെ എലിമിനേഷനും ഇല്ലായിരുന്നു, ഔട്ട് ഹൗസിൽ ആരും പോയില്ല. അങ്ങനെ എല്ലാവരും അങ്ങനെ ആ ഒരു എപ്പിസോഡ് റാപ്പപ്പ് ചെയ്തു. സോ ഇനി ഗോയിങ് ഫോർവേഡ് കുറച്ചുകൂടെ എന്താ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഗെയിംസ് കാണാം. ആൾക്കാർ ഇങ്ങനെ പാകപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പം ഇതിനകത്തിൽ കണ്ടസ്റ്റൻസിൽ എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ എൽദോ, അഫിയാന, ലോലിറ്റ, പിന്നെ ആരാ പറയാൻ പറ്റുന്നേ, ശ്യാം, ഇവരൊക്കെ അത്യാവശ്യം മറ്റേ ഞാൻ പറഞ്ഞില്ലേ സോനയും ഷിബിനയും ഏകദേശം ഒരു നെഗറ്റീവ് ഷെയ്ഡ്സ് ഉണ്ട്. പക്ഷെ അവരും എല്ലാവരും അത്യാവശ്യം നല്ലതായിട്ട് കളിക്കുന്നുണ്ട്. അപ്പം ഗോയിങ് ഫോർവേഡ് നമുക്ക് ഇതിലും കുറച്ചും കൂടെ അവർ ആ ഒരു എന്താ പറയുന്നത്, ഇവർ പറഞ്ഞതല്ല ഈ കാച്ചിയ പൊന്നു പോലെ കുറച്ചും കൂടെ തിളങ്ങി നിൽക്കട്ടെ. അപ്പം ജഡ്ജസ് പറയുന്നത് ഇതിൽ നിന്ന് ഒരാൾ വിന്നറായി കാണുമ്പോൾ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. ഞങ്ങൾ അവർക്ക് അഭിമാനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തെരഞ്ഞെടുത്ത് വിട്ട ഒരാൾ വിന്നറായി കാണുമ്പോൾ അവർക്കും അഭിമാനമാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അവർ അത്രയും ഇത് ചെയ്ത് സ്ട്രെസ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചും കൂടെ അഗ്രസീവായിട്ടൊക്കെ ഇവരുടെ അടുത്ത് സംസാരിക്കുന്നതെന്ന് അവർ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ. ഇപ്പൊ നല്ല രീതിയിൽ ഓണമൊക്കെ ആഘോഷിക്കുക, കുടുംബമായിട്ട് ആഘോഷിക്കുക. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂമായിട്ട് വരാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമന്റ്. താങ്ക് യു.